ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഫുൾ ടൈം പാർക്കിലാണ്. ദുന്യാവത്തെ ഏത് പാർക്കാണെങ്കിലും മൂത്രയിക്കാൻ പുറത്തേക്ക് കൊണ്ടുവരും. എന്നാ സ്വർഗത്തിൽ അതിനും പുറത്തേക്ക് വേണ്ട. കാരണം എന്താ? സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് ശരീരത്തിന് വിയർപ്പില്ല, സ്വർഗാവകാശികൾക്ക് ശരീരത്തിൽ വെറുക്കപ്പെടുന്ന ഒന്നുമില്ല. വാസ്തവത്തില് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല, ഒരു 20 വയസ്സായ ആൾക്കും 50 വയസ്സായ ആൾക്കും ഒരേ സൗന്ദര്യമല്ല ഉണ്ടായിരിക്കുക, വ്യത്യാസം ഉണ്ടാവും. 20 വയസ്സായ ആൾക്കും അല്ലെങ്കിൽ 25 വയസ്സായ ആൾക്കും, ആണാവട്ടെ പെണ്ണാവട്ടെ, 50 വയസ്സായ ആൾക്കും ഒരേ സൗന്ദര്യമല്ല. വാസ്തവത്തിൽ 20 വയസ്സിലുണ്ടായിരുന്ന കൈ തന്നെയാണ് അപ്പോഴുള്ളത്, 20ാമത്തെ വയസ്സിലുണ്ടായിരുന്ന കാലെന്നെ ഉള്ളത്, 20ാമത്തെ വയസ്സിലുണ്ടായിരുന്ന കണ്ണു തന്നെയാണുള്ളത്. എല്ലാതും പഴയ തന്നെയാണ്, പക്ഷെ സൗന്ദര്യം മാത്രമില്ല. അപ്പൊ പിന്നെ എന്തേ പോയത്? സൗന്ദര്യം കുറയാൻ വേണ്ടി എന്താ ശരിയെന്ന് പോയത്? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത്. പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്ത്രീകളുടെ സൗന്ദര്യം നഷ്ടപ്പെടും. അതിന്റെ കാരണം പുരുഷന്മാർക്ക് പോകാത്ത 2 സാധനം കൂടുതലായി അവർക്ക് പോകുന്നുണ്ട്. ഹൈദുൻ നിഫാസ്. ഇതാണ് സൗന്ദര്യം പോണ ഒക്കെ. മനസ്സിലായില്ലെങ്കിൽ നല്ല മര്യാദക്ക് 4 പ്രാവശ്യം വയറ്റുന്നു പോയി ഒരാൾക്ക് നിൽക്കുക. 4 പ്രാവശ്യം വയറ്റുന്നു പോയി. എന്നാ പിന്നെ ഓനെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുകൊണ്ടുവരും. കാരണം ഓനെ എഴുന്നേറ്റിക്കാൻ പറ്റൂല. അപ്പൊ ഓൻ എഴുന്നേറ്റ് നിന്നതിന്റെ കാരണം ഇപ്പൊ ആ വയറ്റുന്നു പോയ സാധനമാണെന്ന് മനസ്സിലാവുണ്ടല്ലോ. ഇനി മനസ്സിലായില്ലെങ്കിലേ ഒരു 3 പ്രാവശ്യം നല്ലോണം എന്താണ് ഛർദ്ദിച്ചാൽ തളർന്നിരുന്നു പോകും. അപ്പൊ തളരാതെ അവൻ എഴുന്നേറ്റ് നിന്നിരുന്ന സാധനം ഛർദ്ദിച്ചപ്പോൾ പോയ സാധനമാണ്. ഇത് ശരിയാണ്. നമ്മളെ താങ്ങി നിർത്തുന്നത് ഈ സാധനം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. നമ്മളിങ്ങനെ ആണുങ്ങളെ പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഈ സാധനമാണ്. ഈ സാധനം പോയാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും, തളരും, എല്ലാം ഉണ്ടാവും. അപ്പോൾ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിന്റെ കാരണം മലം പോകുന്നു, മൂത്രം പോകുന്നു, വിയർപ്പ് പോകുന്നു, ഉമിനീര് പോകുന്നു, മൂക്കട്ട പോകുന്നു, ചെവിക്കായം പോകുന്നു, വിയർപ്പ് പോകുന്നു എന്നതാണ്. ഇത് സ്വർഗത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ സൗന്ദര്യം കുറയില്ല, മെൻസസ് രക്തം ഉണ്ടാവില്ല, മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇയാതെ ഒരു സാധനം നഷ്ടപ്പെടില്ല. ഒരു വിയർപ്പുണ്ട് ശരീരത്തിൽ, സ്വർഗത്തിലൊരു വിയർപ്പുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല്, ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണെന്ന് ഞാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരമാസകലം ഒന്ന് വിയർക്കും. ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും. കസ്തൂരിക്ക് മിസ്ക് എന്നാണ് പറയാ. കസ്തൂരിയേക്കാൾ സുഗന്ധം. നമ്മള് ഊതുകടയിൽ പോയിട്ട് അത്തറിന് വില ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള അത്തർ മിസ്കാണ്. മിസ്കിന് വില കൂടാൻ കാരണം കസ്തൂരി അതിന്റെ അടുത്ത് കൂടി ഒന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കസ്തൂരി ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല. ചേർത്തിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റൂല. അതിന്റെ അടുത്ത് കൂടി ഒന്നും ഇങ്ങനെ കസ്തൂരി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വില കൂടിയ സാധനമാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വിയർപ്പിന്. കസ്തൂരിയുടെ സുഗന്ധം എത്രയെന്ന് അറിയങ്ങള്? കസ്തൂരിയുടെ സുഗന്ധം 6000 കിലോമീറ്ററാണ്. കസ്തൂരിമാനിന്റെ കൊമ്പിൽ നിന്ന് കസ്തൂരി പൊട്ടിയാൽ അതിന്റെ വാസന 6000 കിലോമീറ്റർ ദൂരത്തേക്ക് വരും. ഇതാണ് കസ്തൂരിയുടെ സുഗന്ധം. അതിനേക്കാൾ സുഗന്ധമാണ് സ്വർഗാവകാശിയുടെ വിയർപ്പിന്. അതിനേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ എത്ര? അത് കണക്കാക്കാൻ പറ്റൂല. ചില വയസ്സന്മാരോട് വഴി ചോദിച്ചാലേ 3 മൈൽസും ഉണ്ട്, പിന്നൊരു കോണും ഉണ്ട് എന്ന് പറയും. 3 മൈൽസ് നമുക്ക് വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ കിട്ടും, പിന്നത്തെ കോണം കിട്ടൂല. അത് പോയി 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 ഭൂമിയുടെ അങ്ങേ തല വരെ പോണ്ടി വരും, എന്നാലേ ഈ കോണം തീരുള്ളൂ. എന്ന മാതിരിയാണ് കസ്തൂരിയേക്കാൾ വാസന ഉണ്ട് എന്ന് പറഞ്ഞത്. കസ്തൂരിയുടെ വാസനയാണ് വിയർപ്പിന് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വിയർപ്പിന് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂല. അത്രയും സുഗന്ധമാണ് സ്വർഗാവകാശിയുടെ വിയർപ്പിനുണ്ടായിരിക്കുക. അത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിയർപ്പ്. വിയർക്കുന്നതോടുകൂടി അവൻ കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറിയിരിക്കും എന്നാണ്. വേറൊന്നും പുറത്തു പോകാനൊന്നുമില്ല. ഈ വിയർപ്പ് എന്നോടുകൂടെ കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമാവും. ഇങ്ങനെ മുഴുസമയം ഭാര്യയും ഭർത്താവുമായി ഉല്ലസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതം അതിനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ കുടുംബജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും സ്വർഗീയ ജീവിതത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും.
കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും സ്വർഗത്തേക്ക് പോവാനുള്ള പ്രയാസാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ അങ്ങനെ അടങ്ങാറാകണത് എന്നേ തോന്നുള്ളൂ. ചിലർ പറയലുണ്ട്, എന്തിനാ റബ്ബേ ഈ ജീവിതം. ഞങ്ങളൊരു കാര്യം പറയണത്, മനുഷ്യൻ, ജിന്ന് എന്നീ രണ്ട് വർഗങ്ങൾ ജീവിക്കുക എന്നത് ഇബാദത്താണ്. നല്ലോണം മനസ്സിലാക്കണേ ഞാനീ പറഞ്ഞത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല. ജിന്ന് ഇൻസ് വർഗത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല. ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതു തന്നെ ഇബാദത്താണ്. പിരാന്തന് അള്ളാഹു തആല സ്വർഗം കൊടുക്കുമല്ലോ, ഭ്രാന്തന് അള്ളാഹു സ്വർഗം കൊടുക്കും. ഓനെ ഏത് അമൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? അവൻ ജീവിച്ചു എന്ന അമൽ തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ വെറുതെ അതുകൊണ്ടാണ് നമ്മൾ ദീർഘായുസിന് തുറക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും തരട്ടെ. ഒരു കൊല്ലം ഏറെ കിട്ടിയാൽ ഒരു കൊല്ലം അധികം ജീവിച്ചു എന്നത് ഇബാദത്താണ്. വെറുതെ ജീവിക്കുക അതൊരു ഇബാദത്താണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കരുത്. ഓരോ നിമിഷം ജീവിക്കുന്നതും ഇബാദത്താണ്. അതിനൊക്കെ അള്ളാഹു തആല നമുക്ക് കൂലി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇടങ്ങേറ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ശരിക്ക് സന്തോഷവും ദുഃഖവും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. ചില കാര്യം ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും, അതേ കാര്യം മറ്റു ചിലർക്ക് ദുഃഖമായിരിക്കും. അങ്ങനെയാണ്. ചില ആളുകൾക്ക് വെളിച്ചം സന്തോഷമാണ്, വേറെ ചിലർക്ക് വെളിച്ചം ദുഃഖമാണ്. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖം, മറ്റൊരാളുടെ സന്തോഷം ഇവന്റെ ദുഃഖം. അപ്പൊ സന്തോഷവും ദുഃഖവും ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല. അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശബ്ദം കുറവാന്നാ പറഞ്ഞത്. ഞാൻ അടുത്തേക്ക് നിന്നാ മതി, എന്നാ ശരിയാവും അല്ലേ? ഞാൻ അടുത്തേക്ക് നിന്നാ ശരിയാവും. അത് ശരിയാക്കണം, ശരിയാക്കണം. ഞാൻ ദൂരം എന്നതാണ്, അത് എൻ്റെ കുഴപ്പമില്ല. അത് എനിക്ക് ശീലമായതാണ് ഇങ്ങനെ ദൂരക്ക് പോവല്ലേ. അത് പോലെ കുഴപ്പമില്ലല്ലോ. എൻ്റെ കുഴപ്പത്തിന് പോലെ പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വർഗജീവിതം എന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. സ്വർഗത്തിൽ കുടുംബമായി മാത്രമാണ് ജീവിതം. സ്വർഗത്തേക്ക് ആരും ഒറ്റക്ക് പോവില്ല എന്നല്ലേ, കൂട്ടായിട്ടാണ് സ്വർഗത്തേക്ക് പോണത്. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗമുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കൂട്ടമായിട്ടാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം. നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ നരകത്തിൽ പോവേണ്ടി വരും. അപ്പൊ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ പെടണം. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി വരി നിൽക്കുന്നത് 120 വരികളിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗത്തേക്ക് പോവാൻ 120 വരി ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ പിന്നിൽ പെട്ടാൽ സ്വർഗത്തിൽ പോവാം. പക്ഷേ പടച്ചോനെ അതിൽ ഏതെങ്കിലും ഒരു വരിന്റെ പിന്നിൽ നിർത്തണേ എന്ന് ദ്വാരക്കാൻ പാടില്ല എന്നാ. അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ മുന്നിൽ നിർത്തണേ എന്ന് ദുആ ചെയ്യാം. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനോടൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ പടച്ചോനെ എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി കഴിച്ചിലാക്കി തരണേന്നൊന്നും പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരണേ എന്നതിനേക്കാൾ നല്ല ദുആ, അള്ളാഹുവേ നബി തങ്ങളെ ഉണർച്ചയിൽ തന്നെ കാണിച്ചു തരണേ. ഉണർച്ച തന്നെ കാണാൻ പറ്റുമല്ലോ, പിന്നെന്താ. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർച്ചയിൽ തന്നെ കാണാം. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്.
മദീനയിലെ സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു പുതപ്പ് മൂടിക്കൊണ്ട് ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്നു. എന്നോട് സലാം പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ പുതപ്പിന്റെ ഉള്ളിലേക്ക് എന്നെയുമാക്കിയിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷാ, നിങ്ങൾക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും നിങ്ങൾ ഇപ്പോൾ ചൊല്ലിയ ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചാൽ മതി എന്ന് എന്നോട് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് ഷാ വലിയുള്ളാഹി ദഹ്ലവി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബിലുണ്ട്. ആ കിതാബിനെ ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് മദീനയിലെ അനുഭവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളഹാനോടൊരു കാര്യം ചോദിക്കുമ്പോൾ മാക്സിമം ചോദിക്കണം, പടച്ചോനെ എങ്ങനെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു വക തരണേ എന്നതിനേക്കാൾ അള്ളാഹുവേ എനിക്ക് പരമാവധി സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ അവസരം തരണേ എന്നെ ദ്വാരക്കണം. എങ്ങനെങ്കിലൊക്കെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി തരണേ എന്നല്ല, നല്ല ഹൈടെക് ബിൽഡിംഗ് തന്നെ ഉണ്ടാക്കി തരണേ എന്ന് ദ്വാരക്കണം. ഓരോ കാര്യം ഇവിടെ നമ്മളെ ബിൽഡിങ്ങിന്റെ കാര്യം പറയണ്ടായി. അൽഹംദുലില്ലാഹ് ചെറിയ സമയം കൊണ്ട് വലിയ വളർച്ച ഉണ്ടായ ഒരു സാധനമാണ് കണ്ണിയത്ത് അക്കാദമി. അത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ പേരന്നെയാണ് എന്നുള്ളതാണ്. റഈസുൽ മുഹഖിഖീൻ എന്നാണ് കണ്ണിയത്ത് ഉസ്താദിനെ വിളിച്ചിരുന്നത്. ജീവിതകാലത്ത് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന സത്യം. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യന്റെ പേരിൽ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനം. ഒരു വാക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് മനുഷ്യൻ മരിക്കാൻ സമയത്ത് അല്ലാഹു തആലയോട് ഒരു സെക്കൻഡ് ചോദിക്കും, നന്നാവാനുള്ള ഒരു സെക്കൻഡ്. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ നന്നാവാൻ ഒരു സെക്കൻഡ് സമയം മതി. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് നന്നാവാം എന്ന് തിരിച്ചറിയണമെങ്കിൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം എന്ന് മാത്രം. മരിക്കാണ് എന്ന് ഉറപ്പായി കാല് കൂട്ടി ഉരസിയാല്, കാല് കൂട്ടി ഉരതുമ്പോഴാണ് മരണം ഉറപ്പിക്കുന്നത്. ലോകത്തുള്ള എല്ലാ ജീവികളുടെയും അവസാനത്തെ ചലനം കാലുകൾ കൂട്ടി ഉരതലാണ്. ഒരു കോയിനെ അറുത്താല് കുറെ സമയം ജറവൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കും, പിന്നെ അവസാനം രണ്ട് കാലും ഇങ്ങനെ കൂട്ടി വരുതും, അതോടെ അവസാനിച്ചു. മനുഷ്യനും അങ്ങനെ തന്നെയാണ്, അവസാനത്തെ ചലനം കാലുകൾ കൂട്ടി വരുതലാണ്. അപ്പോൾ ഉറപ്പായി. അപ്പോൾ മനുഷ്യൻ ചോദിക്കും അള്ളാഹുവിനോട്, റബ്ബി ലൗല അഖർതനി ഇലാ അജ്രിൻ ഖരീബ്, പടച്ചോനെ ഒരു സെക്കൻഡ് തരുമോ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്ത് സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം. ഈ ആയത്തിൽ വലിയൊരു തത്വമുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാവാനുള്ള എളുപ്പ വഴിയാണ് സ്വതക്ക. അതിലപ്പുറം ഒന്നും പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാവാനുള്ള എളുപ്പ വഴിയാണ് സ്വതക്ക എന്ന് പറയുന്നത്. അത് ഇൽമിന്റെ വഴിയിലായ ജാരിയ സ്വതക്കയാണെങ്കിൽ പറയുകയും വേണ്ട.